വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? ഇവിടെ തിരുനെൽവേലി നല്ല മഴ കേട്ടോ. മഴയെന്ന് വെച്ചാൽ ഉഗ്ര മഴ, നല്ല തണുപ്പ് കേട്ടോ. അപ്പം മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എനിക്കൊന്ന് വെളിയിൽ പോകണമെന്ന് തോന്നി. അപ്പം ഞാൻ ഗണേശനെയും ചാക്കിലിട്ടിട്ട് ഞാനും മോനും കൂടി ബൈക്കിൽ കയറി. പിന്നെ വഴിയില്ലല്ലോ, ഗണേശ് കൊണ്ടുപോയിട്ടോ. അപ്പം അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റാണ് കേട്ടോ കാണാനൊക്കെ. അപ്പം നല്ല ഇരുട്ടാട്ടോ, എൻ്റെ മുഖം ശരിക്കും കാണാനില്ല. പ്രേതാണെന്ന് തോന്നുന്നുണ്ടോ? പ്രേതമല്ല കേട്ടോ, പേടിക്കണ്ട. അപ്പം നമ്മളങ്ങനെ പോകുന്നു. അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ വന്നിട്ടുള്ളത് ചെന്നൈ സിൽക്സിലോട്ടാണ്. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെന്നൈ സിൽക്സൊക്കെ. കാര്യം ക്രിസ്മസ് ആണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സാന്റാക്ലോസും ഒക്കെ ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഗിഫ്റ്റിൻ്റെ ഒരു സെക്ഷൻ വെളിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിലോട്ട് കയറാം. പക്ഷെ എനിക്ക് ഈ സ്റ്റാർസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് നാട്ടിലെ ഓർമ്മയ്ക്ക് വരും കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെയല്ല കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ റിലീജിയസ് ആയിട്ടാണ് സെലിബ്രേഷനൊക്കെ വരുന്നത് കേട്ടോ. നമ്മളെ നാട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ആഘോഷിക്കില്ലേ, ക്രിസ്മസും ഓണം വിഷുവും ഒക്കെ ആഘോഷിക്കില്ലേ. എനിക്ക് അങ്ങനെ കേട്ടോ ഇഷ്ടം, എനിക്ക് അങ്ങനെയാണ് പരിചയവും. അപ്പം അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ കാസ്റ്റീസം നോക്കിയിട്ട് ചെയ്യണമെന്നും ഞാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ് അതിനൊന്നും. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ പൊതുവായിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും വന്നിട്ട് ഇവരുടെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സാരി, സെൽവാസ്, കുർത്തീസ് എല്ലാറ്റിനും നല്ല ഓഫർ. അപ്പം ഞാൻ നേരെ വന്നത് മേലെയായിരുന്നു കേട്ടോ. മേലെ ഫാൻസി ആൻഡ് ഫുഡ് വെയറാണ് വന്നത്. അപ്പം എനിക്കൊരു ഷൂ ട്രയൽ ചെയ്ത് നോക്കി. പക്ഷേ എനിക്കത് കാലിന് അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല, ഒരു ഭംഗിയില്ല. എനിക്ക് പ്രോഡക്റ്റ് 100% ഇഷ്ടമായ മാത്രമേ ഞാൻ വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പം ഓക്കെ എന്നുള്ള പ്രോഡക്റ്റ് നോർമലി ഞാൻ വാങ്ങിക്കാറില്ല. പിന്നെ ചപ്പലും എനിക്ക് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനത് വേണ്ട എന്ന് വെച്ചു. അതിനുശേഷം ആശേട്ടനൊരു കുർത്തി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം പോയി നോക്കി, പക്ഷേ കുർത്തിയൊന്നും നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ മോന് കുട വേണമെന്ന് പറഞ്ഞിട്ട് അവൻ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഗണേശ് ഒരു കുട വാങ്ങിച്ചു കൊടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കുട വാച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുട ഇല്ലെങ്കിൽ വാച്ച്, ഇതിലേതെങ്കിലും ഒന്നേ നടക്കുള്ളൂ പൊന്ന എന്ന് പറഞ്ഞതിൻ്റെ വാശിയാണ് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ മേടിച്ചു. പൊട്ട് ആദ്യ സാധനങ്ങളൊക്കെ, നമ്മളുടെ ക്ലിപ്പ്, മതി ഐറ്റംസൊക്കെ ഇല്ലേ. ഇവിടെയൊക്കെ പിന്നെ എനിക്ക് നോർമലി ഇവിടുത്തെ കുർത്തീസൊന്നും വലിയ പിടുത്തമുള്ള ആളല്ല. ഞാൻ നോർമലി ഷോർട്ട് കുർത്തീസാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ചിലത് ഇഷ്ടമാണെങ്കിൽ ഞാൻ വാങ്ങിച്ച് വെക്കാറുണ്ട്, ഇടാറില്ലെങ്കിലും. അവനൊരു ചിലവാക്കാറുണ്ട്. പക്ഷെ വന്നിട്ട് ഇവിടെ കുർത്തീസൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ചുമ്മാ കാശ് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്തില്ല കേട്ടോ. നേരെ താഴോട്ടാണ് അടുത്ത് നമ്മൾ പോയത്. താഴോട്ട് വന്നിട്ട് എനിക്കൊരു സെറ്റ് സാരി നോക്കിയായിരുന്നു, കേരള സാരി ടിഷ്യൂ സിൽക്ക്. ബട്ട് എനിക്ക് അതിത്തിരി കോസ്റ്റ്ലി ആയിരുന്നു. ഗണേഷ് വേണച്ചെടുത്തോളം പറഞ്ഞു. ബട്ട് എനിക്കത് അത്ര അത്യാവശ്യമുള്ള സാധനമല്ലല്ലോ. എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ നോക്കിയാൽ പോരെ, വില കൂടുതലാകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. പക്ഷേ എനിക്കത് നല്ല ഇഷ്ടമായിട്ടോ. ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ പറ്റുവാണെങ്കിൽ എന്തായാലും ഈ വർഷം തന്നെ അത് വാങ്ങിക്കുന്നതാണ്. അപ്പം നിങ്ങളോട് പറയാം കേട്ടോ. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല സാരി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പായിരുന്നു കേട്ടോ. നല്ല തട്ടായിരുന്നു. ഇഡ്ഡലി, സാമ്പാർ, പൂരി എല്ലാം കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ടാറ്റാ.